ഓർക്കിഡിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീമതി ലിസി ജോസഫ് പറഞ്ഞു തരുന്നത് കേൾക്കാം. ഷിബു ജോർജാണ് ശ്രീമതി ലിസി ജോസഫുമായി സംസാരിക്കുന്നത്. ലിസി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ലിസി മാഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർണമെന്റൽ പ്ലാന്റ് ആണല്ലോ. താങ്കൾ എത്ര നാൾ കൊണ്ടാണ് ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യുന്നത്? അറൗണ്ട് 25 ഇയേഴ്സായി ഞാൻ ഓർക്കിഡ്സിൻ്റെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനത് എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് നമ്മുടെ ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഇതും കുറച്ച് ഡെൻഡ്രോബി ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് ഓർക്കിഡ് മാത്രമല്ല, കൂടെ വേറെ പ്ലാന്റ്സും ഉണ്ട്. പക്ഷേ മെയിൻ ഇതിന് ഭയങ്കര എൻ്റെ ഫ്ലവറിൻ്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് തിരക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡെൻഡ്രോബിയിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിനൊക്കെ കളക്ട് ചെയ്തു. ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും പല പല ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നിടത്തു നിന്നൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഡെൻഡ്രോബിയത്തിൻ്റെ കുറേ ഒരു കളക്ഷനായി എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ കോസ്റ്റ്ലിയാണ് ബാക്കി വരുന്ന എല്ലാത്തിനും. ഡാൻസിംഗ് ഗേൾ ആദ്യത്തെ കാലത്ത് വളരെ ചീപ്പായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന ഡാൻസിംഗ് ഗേൾക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഓർക്കിഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഡാൻസിംഗ് ഗേൾ വളരെ കോമൺ നെയിം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പല പല പേരുകളാണ് അറിയപ്പെടുന്നത്. കോമൺ ഒരു സ്ട്രക്ചർ ഡാൻസിംഗ് ഗേൾ ഫ്ലവറിൻ്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർ കോമ്പിനേഷൻസ് വെരി ഡിഫറെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ ചീത്തയായി പോകും. ഇപ്പോൾ നമ്മൾ വളർത്തി വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഏരിയയിലും വെക്കണമല്ലോ. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ മുക്കാറയുണ്ട്. മുക്കാറ സൺലൈറ്റിൽ തന്നെ വളരുന്ന ടൈപ്പാണ് മുക്കാറ. പിന്നെ വാൻഡാസ് ഉണ്ട്. അത് നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിൽ വളരുന്ന വാൻഡയുണ്ട്. 25% ഷെയ്ഡ് മതി. അതിന് കൂടാണ്ട് വെളിയിൽ വളരുന്ന മുക്കാറ വളരുന്ന പോലെ തന്നെ വളരുന്ന വാൻഡാസും ഉണ്ട്. പിന്നെ കാറ്റ്ലിയ, സുന്ദരിയാണെന്നറിയാം കാറ്റ്ലിയയുടെ പൂ കണ്ടാൽ. കാറ്റ്ലിയാസ് കളക്ട് ചെയ്ത്. കാറ്റ്ലിയാസും ഈ പറഞ്ഞ മാതിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് ആദ്യം വലിയ പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ച് വയ്ക്കും. പൂവിന് അധികം ലൈഫ് കിട്ടത്തില്ല. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എപ്പി കാറ്റ്ലിയ എന്നൊക്കെ പറയുന്ന വേറെ വർഗ്ഗമുണ്ട്. അതിന് ചെറിയ പൂക്കളാണ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരും, ലൈഫും കൂടുതലുണ്ട്. എന്നിരുന്നാലും കാറ്റ്ലിയ വിരിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കാറ്റ്ലിയയുടെ കളക്ഷൻ തുടങ്ങി. അപ്പം അങ്ങനെ കളക്ഷൻ കൂടിക്കൊണ്ടിരുന്നു. കളക്ഷൻ കൂട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം ഏകദേശം എത്ര കാണും കളക്ഷൻസ്? എനിക്ക് വെറൈറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ 100 വെറൈറ്റീസിൻ്റെ ഉള്ളുണ്ട് കളക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പിന്നെ സ്പീഷ്യസ് ഐറ്റംസ് ഉണ്ട്. വൈൽഡ് ഓർക്കിഡ്സ് ആയിട്ടുള്ളത് സ്പീഷ്യസ് ഉദ്ദേശിക്കുന്ന വൈൽഡ് ഓർക്കിഡാണ്. അതിൻ്റെ പുതിയ ജനറേഷൻസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ വരത്തില്ല. അതിന് ഫ്ലവറിങ് പല സ്പീഷ്യസിനും പല ടൈമിലാണ് ഫ്ലവറിങ് വരുന്നത്. മോസ്റ്റ് ഓഫ് സ്പീഷ്യസൊക്കെ നമുക്കിവിടെ ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, താമസിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ ചെയ്യും. ടൈം എടുക്കുന്നുള്ള അതിനൊരു ക്ഷമ വേണം. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഓർക്കിഡ്സ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പം തന്നെ, ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പം തന്നെ ഇതിൻ്റെ ഒരു രീതി വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പൂച്ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ചെയ്യുന്നത്. തുടക്കം തൊട്ടൊന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? നോർമലി ഓർക്കിഡിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റിൽ താമസിക്കുന്നത് മണ്ണും കൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ല. പണ്ട് കാലത്ത് മാത്രം ആദ്യം യൂസ് ചെയ്ത് നമ്മുടെ ഓടും കഷ്ണമില്ലേ, പൊട്ടിയ ചട്ടി, പൊട്ടിയ ഓട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫംഗിസൈഡിനകത്ത് മുക്കി ഈ ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അവിടെ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചകിരിയുടെ പീസ് ഉണ്ടാവും. അത് കുഴപ്പമില്ല, കളയണ്ട. അപ്പോൾ അതിനോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഹോളുള്ള പോട്ടുകൾ, ഹോളില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഹോളുള്ള പോട്ടിനകത്ത് നടുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ ഹോളുള്ള പോട്ടിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് ഓടും കഷ്ണോ പൊട്ടിച്ചട്ടിയോ ക്ലീൻ എല്ലാം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും. ഐ മീൻസ് ഫംഗിസൈഡിൽ മുക്കിയെടുത്താലും നട്ട് വയ്ക്കണം. അപ്പോഴും ഇച്ചിരി വെയിറ്റ് വരും. കുറച്ചും കൂടെ ഈസി ആയിട്ട് പിന്നെ കണ്ടത് കരി വാങ്ങിക്കാൻ കിട്ടും. കരി തൊണ്ടിൻ്റെ പീസുകൾ ഇതിനകത്ത് കൂടെ ഫിക്സ് ചെയ്ത്, കരിയും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഹോളുള്ള പോട്ടിനകത്ത് നടാം. അപ്പോൾ അന്നേരം ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞിരിക്കും. അത് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. കരിയൊക്കെ കാശ് കൊടുത്ത് വേണമല്ലോ മേടിക്കാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യകാലത്ത് ഞാനൊക്കെ നട്ടുകൊണ്ടിരുന്നത് ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. എങ്കിലും വെയിറ്റ് കുറയാനൊക്കെ ഉദ്ദേശിച്ച് മാത്രമല്ല, റൂട്ടുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ എളുപ്പം തൊണ്ടും ചാർക്കോളൊക്കെയാണ്. മറ്റതുമാണ് കുഴപ്പമില്ല. എങ്കിലും ഇതിന് പോട്ടിനകത്ത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റി ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാൻ നിർബന്ധമില്ല. ഇതിനെ പോട്ടിനകത്താക്കി താഴെയും വയ്ക്കാം. മുക്കാറ എന്ന് പറഞ്ഞ ഇനം
ശരിക്കും പറഞ്ഞാൽ വെളിയിലല്ലേ വെക്കുന്നത്. വെളിയിൽ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോവും, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കതിന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ ഒരു സൈഡിലോ, കൊമേഴ്സ്യൽ യൂസിന് ചെയ്യുന്നവരെല്ലാം വലിയ സ്ഥലം എടുത്തിട്ട് ലൈൻ അടിച്ച് നിലമൊക്കെ പുല്ലൊക്കെ കളഞ്ഞ് പുല്ല് വരാത്ത ഒരു നെറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ തൊണ്ടടുക്കിയിട്ട് ഈ പ്ലാന്റിനെ അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ അറ്റത്തും സപ്പോർട്ട് ചെയ്ത് കെട്ടി ചെരിഞ്ഞും പറഞ്ഞും പോകേണ്ട കെട്ടി ആണത് വളർത്തുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ വളർത്തുന്നവർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഈ തൊണ്ട ഓടും കഷ്ണമൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വളർന്നോളും. നല്ല വെയിലത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ഇതിന് ഒരു വർഷം ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പരിചരണം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെടിയാണെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏത് ചെടിയാണെങ്കിലും നമ്മളൊരു പോട്ടിങ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് വെയിലത്ത് വെക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, മുക്കാറ വെയിലത്ത് വെക്കാം. അതും ജസ്റ്റ് ഒന്ന് തണലത്തേക്ക് വെച്ചിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് പയ്യെ സൺലൈറ്റിലേക്ക് വെക്കാം. ഡെൻഡ്രോബി ആണെങ്കിൽ അതിനും ഒരു 25% ഷെയ്ഡ് മതി കേട്ടോ. ഡെൻഡ്രോബി ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ആദ്യകാലത്ത് ഞാൻ നല്ല ഒരു 75% ഷെയ്ഡിൽ വെച്ചുകൊണ്ടിരുന്നു. 70% ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രോത്ത് വന്നു, പക്ഷേ ഫ്ലവറിങ് വരുന്നില്ല. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും എന്നോട് പറയും, അവിടെ എൻ്റെ ചെടിക്കൊന്നും ഫ്ലവർ വരുന്നില്ല, ചെടി നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ഇച്ചിരി വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോബിയത്തിന് നന്നായിട്ട് ഫ്ലവർ വരും. മാത്രമല്ല, കുറച്ച് ദിവസം ഒന്ന് വെള്ളമൊന്നും കൊടുക്കാതെ ഇടുവാണെങ്കിൽ, അതിന് ഞാൻ പറയേണ്ട ഭാഷയിൽ പട്ടിണിക്ക് ഇടുക എന്നാണ് പറയണത്. ഒരു 1 വീക്ക് അതിന് പട്ടിണിക്ക് ഇടുവാണെങ്കിൽ അതിന് കിട്ടിയിരിക്കുന്ന വളവും ഇതെല്ലാം വലിച്ചെടുത്ത് അത് പുതിയ ഫ്ലവറിങ്ങിൻ്റെ സ്റ്റെമ്മും ഒക്കെ വന്ന് പൂക്കും. അതിന് നല്ലതാണത്. അതിനെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്നോ എടുത്ത് വയ്ക്കുക, എന്തും ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയുണ്ട്. എല്ലാ ചെടിയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫെലനോസിസ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡി പ്ലേസിൽ തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണത്. ഓർക്കിഡിന്റെ ഇനമനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ ഷെയ്ഡിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കരുത്. നമ്മൾ മേടിച്ച് വെച്ചിട്ടോ ഇല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കരുത് ഇനി എങ്ങനെ വളർത്തേണ്ട രീതി. ഇല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം. കാരണം ഓർക്കിഡിന് നല്ല റേറ്റ് ആണല്ലോ, ആ വില നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നാൽ നല്ലതാണത്. ഏതിനമാണ് വെയിലത്ത് വെക്കേണ്ടത്, ഏതിനത്തിന് എന്തോരം വെയിൽ കൊള്ളാം, ഏതിന് കൂടുതൽ വെയിൽ വേണം, എന്തിനാണ് കൂടുതൽ വാട്ടർ വേണ്ടത്, മീഡിയത്തിനനുസരിച്ച് വാട്ടറിങ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല, ഈ ഓർക്കിഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ, അതിൻ്റെ പ്രതിവിധികൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ വെള്ളം കൊടുക്കുന്നത് നമ്മൾ ആവറേജ് ഓർക്കിഡിന് നമുക്ക് വെള്ളം അങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഉണ്ട്. വേനൽക്ക് വെള്ളം കൊടുക്കണ്ടേ? നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരല്ല. വെള്ളം മാത്രമല്ല, ഇതിന് ഫെർട്ടിലൈസർ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന മാതിരി ഇവർക്കും കൊടുക്കണം. അത് സ്പെഷ്യലൈസ്ഡ് ഫെർട്ടിലൈസർ ആണ്. സ്പെഷ്യൽ ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ളത് കിട്ടും. നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഗോമൂത്രമൊക്കെ ഇല്ലേ, ഗോമൂത്രമൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗോമൂത്രം നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്. ഇതെല്ലാം നല്ല. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഇരട്ടി വെള്ളം കുറച്ചും കൂടെ പഴകിയ ഗോമൂത്രമാണെങ്കിൽ 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെ വെള്ളം കൊടുക്കണം. അല്ലെങ്കിൽ അത് ചെടി ചീത്തയായി പോകും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ കൊടുക്കാൻ അതും നല്ലതായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചാണകത്തെളിയൊക്കെ നല്ലതാണ്. ചാണകത്തെളി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ചിട്ട് നാച്ചുറൽ വളങ്ങളാണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ നമ്മൾ മഴ സമയത്ത്, ഇപ്പോൾ മഴയൊക്കെ ഇത് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സോർവ് ചെയ്യില്ല. നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കും. ദാഹം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കുമോ? അതേ അവസ്ഥ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം കിട്ടി, ശരിക്കും പറഞ്ഞാൽ റൂട്ടിൽ നിന്നാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉള്ളത് വലിച്ചെടുക്കും, വളവും എല്ലാം വലിച്ചെടുക്കും. പ്രത്യേകിച്ച് മഴ നനഞ്ഞിരിക്കുന്നതിനാണെങ്കിൽ മഴക്കാലത്ത് നാച്ചുറൽ വളങ്ങൾ, ജൈവ വളങ്ങൾ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം. അതേസമയം 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊടുക്കേണ്ടത് ഇതിന് ഡെയിലി വെള്ളം കൊടുക്കണം. പുതിയ ചെടി മാറ്റി തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം, നല്ലതാണ്. പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ ചെടിയെല്ലാം ആ പോട്ടി പിടിച്ച് നല്ല സ്ട്രോങ് ആയി റൂട്ടൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന ചെടികൾ നമുക്ക് ഒരു 10 ദിവസം, എന്നുവെച്ചാൽ പഴയ ചെടിയിൽ 10 ദിവസം പോലും വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതിനകത്തുള്ളതിന് ഇവർ വലിച്ചെടുത്തിട്ട് പുതിയ ബഡ്സ് വരെ വരും. അതും ഞാൻ അനുഭവിച്ചായിരുന്നു. കാരണം ഞാനൊരു വാട്ടർ പ്രൂഫിങ് നടത്തിയ സമയത്ത് എൻ്റെ പ്ലാന്റ്സിനെ എല്ലാം ഞാൻ പൊക്കി കെട്ടിയിട്ടായിരുന്നു. 10 ഡേയ്സ് ഞാൻ വാട്ടർ കൊടുത്തില്ല, ഒരു കുഴപ്പവും ചെടിയില്ല. വേണം സൂചിപ്പിച്ച് ഇതിൻ്റെ രോഗങ്ങളെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെയൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്? ഫംഗസ് ആണ് ഏറ്റവും മെയിനായിട്ട് വരുന്നത്. ചില ഓർക്കിഡ്സിൻ്റെ ചില തണ്ടിൻ്റെ അടിയിൽ, ഫെലനോസിസിൻ്റെയൊക്കെയാണ് ഇലയുടെ അടിയിൽ ഇങ്ങനെ
ചീക്കിൽ വന്നു പോകും. അത് ഓവർ വെള്ളമായി കഴിയുമ്പോഴാണ് കൂടുതലും അത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഓവർ വെള്ളം വരുമ്പോൾ അത് കൂടും. വേനൽക്കാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതിന് ഫംഗിസൈഡ് കൊടുക്കുക തന്നെ വേണം. ഫംഗിസൈഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഡൈത്തീൻ എന്ന് പറയുന്നൊരു ഫംഗിസൈഡാണ്. അതിനൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആണ് സാഫ്. അപ്പോൾ അതൊക്കെ ഒരു മന്ത്ലി, ഇപ്പോൾ ചെടിക്ക് രോഗം വന്നാലും വന്നില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് എല്ലാ ഓർക്കിഡ്സിനും. ഇപ്പോൾ വാൻഡയുടെയൊക്കെ ഇലകൾ അല്ലെങ്കിൽ രോഗം പിടിച്ചാൽ നന്നായിട്ട് രോഗം പിടിച്ചു നോക്കുമ്പോൾ വാൻഡ എല്ലാം നല്ല ഭംഗിയായിട്ട് തൂങ്ങി കിടപ്പുണ്ട്, റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തൂങ്ങി കിടക്കുന്നു. പക്ഷേ അതിൻ്റെ അടിയിലത്തെ ഒരു ഇല പോയി, രണ്ടാമത്തെ ഇല പോയി, മൂന്നാമത്തെ ഇല അങ്ങനെ ചീത്തയായി പോവും. അതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാന്റിന് പെട്ടെന്ന് പടർന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്ലാന്റിനെ മാറ്റിയിടുക മാത്രമല്ല അതിനും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഫംഗിസൈഡ് കൊടുക്കണം. ഇന്ന് ഒരു ദിവസം കൊടുത്തു, ആഫ്റ്റർ 3 days കഴിയുമ്പോൾ ഒന്നുകൂടെ കൊടുത്തു, ആഫ്റ്റർ 3 days അങ്ങനെ 2-3 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു 2 weeks കൂടുമ്പോൾ ഒന്ന് കൊടുത്തു. അങ്ങനെ ആ രോഗത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയണം. പിന്നെ മൈറ്റൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതെല്ലാം മൈറ്റ് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. പുറത്ത് കാണുന്നതുകൊണ്ട് ചില അകത്തോട് കയറിപ്പോൾ നമ്മൾ കണ്ണിന് കണ്ടുകൂടാ. ചില ഇലക്കയുടെ അടിയിൽ പുള്ളിപ്പാടുകൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കുമ്പോൾ അകത്ത് വെളുത്തൊക്കെ ഇരിക്കുന്നത്, അത് മൈറ്റ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനും മരുന്നുകളുണ്ട്, വാങ്ങിക്കാനെല്ലാം കിട്ടും. അതിനെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത്, കാരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം ജീവനോടെ ഇരിക്കുന്ന പുറമേ ഉള്ളതൊക്കെ ചത്തുപോകും, അകത്തുള്ളവർ അവിടെ ഇരിക്കും. അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയം എടുക്കും. പിന്നെ ഇലകളൊക്കെ നല്ല ഡാർക്കായിട്ട് കറുത്തിട്ടങ്ങ് തേപ്പും. അതൊക്കെയാണ് ഇതിന് വരുന്ന രോഗങ്ങൾ. രോഗം പിടിച്ച ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ സാപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് ഒരു പഞ്ഞിയിൽ മുക്കി ചീഞ്ഞ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുന്ന തുല്യമായിട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് പോലും സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മതി ക്ലീൻ ചെയ്ത് ഈ ചെടികളിലെ തണ്ട് കട്ട് ചെയ്ത ഭാഗത്തും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ രോഗം കുറേയൊക്കെ കുറയും. രോഗാണുക്കൾ ചത്തുപോകുന്നതാണ് നമ്മളിങ്ങനെ കൈയൊക്കെ കഴിയണ മാതിരിയില്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പുതിയ ചെടി തയ്യാറാക്കുന്നത് ഇനങ്ങളനുസരിച്ച് അതിൻ്റെ രീതികളും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ? എല്ലാ ചെടികളും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വൺസീഡിയം ഐറ്റംസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വളരില്ലേ അടുത്തടുത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി തൈകൾ വരും ചിലതിന്. അപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിലെടുത്തിട്ട് സൂക്ഷിച്ച് വേണം ആ റൂട്ട് അധികം കളയാണ്ട് സെപ്പറേറ്റ് നല്ല സ്റ്റെറിലൈസ് ചെയ്തൊരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് റൂട്ട്സ് ചെയ്ത് മാറ്റി ഇതേമാതിരി തൊണ്ടും കരിയും ഒക്കെ വെച്ച് മാറ്റി നട്ടിട്ട് ജസ്റ്റ് തള്ളത്തൊന്ന് വെച്ച് പുതിയ റൂട്ടൊക്കെ വന്ന ശേഷം പയ്യെ ഇച്ചിരി വെയിൽ കൊള്ളുന്നിടത്തേക്ക് മാറ്റി വയ്ക്കും. വെയിൽ കൊള്ളുന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാണ്ട് എന്നാൽ ചൂട് വേണം. രണ്ടോമ്യത്തിനാണ് ഇതുപോലെ ഇഷ്ടമാതിരി ചോട്ടി പൊട്ടി മുളച്ച് വരും. അപ്പോൾ അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് പയ്യെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റി 1, 2, 3 പ്ലാന്റ് ആക്കാം. ഡെൻഡ്രോബിയത്തിന് ഈ തണ്ടുകൾ ഇലയെല്ലാം പോയി നിൽക്കും. അത് ചുരുങ്ങിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റിയത് തന്നെയാണ് നല്ലത്. അവിടെ നിന്നാലും ചിലപ്പോൾ അതിനകത്തുനിന്ന് വരും, പക്ഷെ അതിനകത്തുനിന്ന് ഈ സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും. അതിനെ റൂട്ട് ഇച്ചിരി നീണ്ട് കഴിയുമ്പോൾ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും രോഗം ആ സ്റ്റെമ്മിൻ്റെ അടിയിൽ ബ്രൗണിഷ് കളർ വന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ കറുപ്പ് പോകുന്നോടും വരെ കട്ട് ചെയ്ത് ആ സ്റ്റെം എടുത്ത് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയാൽ കംപ്ലീറ്റ് ചെടി നശിച്ചു പോകും. പിന്നെ മുക്കാറയാണ് ഏറ്റവും എളുപ്പം കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ. മുക്കാരൊക്കെയാണെന്ന് വെച്ചാൽ ഇടവിട്ട് റൂട്ട് വരും, നല്ല ഹൈറ്റ് ചെയ്ത് പോവല്ലേ. നമ്മളതൊന്ന് കട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും പറയും 2 റൂട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ സ്റ്റെം നല്ല ഹാർഡായ മൂത്ത് കിട്ടിയ സ്റ്റെം ആണെങ്കിൽ റൂട്ടില്ലെങ്കിലും കട്ട് ചെയ്തിട്ട് തള്ളത്ത് തൂക്കിയിട്ട് തനിയെ റൂട്ട് വരും, നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കൊണ്ടുവന്ന് നമുക്ക് മൾട്ടിപ്ലൈ നടക്കും. അതല്ലെങ്കിൽ 2 റൂട്ടോ താഴെ വെച്ച് സ്റ്റെം കട്ട് ചെയ്ത് ഉണ്ടാക്കി അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നട്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ മേഡം സെയിലും ചെയ്യാറുണ്ടല്ലേ? ഒത്തിരി ആയിപ്പോഴാട്ടോ. ആദ്യം ഒരു പാഷനായിട്ട് തുടങ്ങി ഒരുവിധം എല്ലാ വെറൈറ്റീസിനെയും ഞാനിങ്ങനെ കളക്ട് ചെയ്ത് കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ, വീട് നിറഞ്ഞു. ഞാൻ ചർച്ചിൻ്റെ ഒരു ചാറ്റ് ഗ്രൂപ്പിലാണ് ആദ്യമേ ഞാൻ സെയിൽ തുടങ്ങിയത്. ദെൻ ഇവിടെ ഞങ്ങൾക്ക് കട്ട് ഫോർ സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ ചെടികളെ കുറിച്ച് പഠിക്കാനൊത്തു, കൂടുതൽ ആൾക്കാരെ ഞങ്ങൾ പ്രൊഫസേഴ്സ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വെള്ളായനി കോളേജിലും പാലക്കാടിലും സാർമാർ വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. അപ്പം നമ്മൾ കൂടെ പഠിക്കും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടുകൾ അപ്പോൾ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്യും. എക്കണോമിക് സാധ്യത ഉണ്ടല്ലേ? ഉണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമാണ്, ആവശ്യക്കാരുണ്ട്. ഓക്കെ ലിസി മേഡം, താങ്കളുടെ അടുത്ത് ഓർക്കിഡ്സിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത് താങ്കളുടെ പാഷനാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. വളരെ നന്ദി. താങ്ക് യു.